മയക്കുമരുന്ന് വിരുദ്ധ സന്ദേശ സൈക്കിൾ റാലി നാളെ കൂറ്റനാട് JCI ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ 24-ന് ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് മയക്കുമരുന്ന് വിരുദ്ധ സന്ദേശ സൈക്കിൾ റാലി നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൂറ്റനാട് സെന്ററിൽ നിന്ന് ആരംഭിക്കുന്ന റാലി എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് ഫ്ളാഗ് ഓഫ് ചെയ്യും. തൃത്താല വെള്ളിയാങ്കല്ലിൽ റാലി സമാപിക്കും. പൊന്നാനി കർമ്മ സൈക്കിൾ ക്ലബ്ബുമായി സഹകരിച്ചുകൊണ്ടാണ് റാലി നടത്തുന്നത്. മാരക മയക്കുമരുന്നിനെതിരെ നിരന്തര ബോധവൽക്കരണമാണ് അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന JCI ലക്ഷ്യമിടുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആരോഗ്യ ഉന്നമനം ലക്ഷ്യമിട്ട് സൗജന്യ തിമിര ശസ്ത്രക്രിയ ക്യാമ്പുകൾ സംഘടിപ്പിക്കുമെന്നും റോഡിൽ അപകടം ഒഴിവാക്കാനായി അലഞ്ഞു തിരിയുന്ന നായ്ക്കൾക്കും പശുക്കൾക്കും റിഫ്ലക്ടർ കോളർ ഘടിപ്പിക്കുന്ന പരിപാടി നടത്തുന്നുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. കൂറ്റനാട് ചാപ്റ്റർ ഭാരവാഹികളായ സുഹൈൽ ടെൽഹാസ്, ഫാസിൽ കപൂർ, സുനിൽ കുഴൂർ, ഫാരിസ് വാസ, KT കൃഷ്ണരാജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അതായത് ഇപ്പോ നമ്മളെ പരിസരങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അതായത് അമ്മനെ തല്ലി, അതായത് ഡ്രഗ് ഉപയോഗിച്ചിട്ട് അമ്മനെ തല്ലി, അമ്മനെ കൊന്നു, അങ്ങനത്തെ കുറെ സംഭവങ്ങൾ എന്ത് ചെയ്ത് നമ്മൾ ഈ പരിസരങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അതിനൊരു എഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ബോധവൽക്കരണ ക്യാമ്പയിന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതായത് ഫിറ്റ്നസ് ആണ് നമ്മളെ ലഹരി എന്നുള്ള രീതിയിലേക്കാണ് നമ്മളെ നാളത്തെ ഒരു ക്യാമ്പയിന് വരുന്നത്. കർമ്മ സൈക്ലിംഗ് ക്ലബ്ബ്, അതായത് പൊന്നാനി കർമ്മ സൈക്ലിംഗ് ക്ലബിനെ അസോസിയേറ്റ് ചെയ്തിട്ട് പ്രൊഫഷണൽ സൈക്ലിംഗ് ടീമാണ്. ഏകദേശം ഒരു 16ഓളം സൈക്കിൾ അത്ലറ്റ്സ് വരുന്ന ഒരു പ്രോഗ്രാമാണ്. അവരിനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്ത് അസോസിയേറ്റ് ചെയ്തിട്ട് കൂറ്റനാടിന്ന് നമ്മൾ തൃത്താല വരെ അവരുടെ ഒരു ക്യാമ്പയിനാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. JCI 100-ലധികം രാജ്യങ്ങളിൽ ഡെമോക്രാറ്റിക് കൺട്രീസിൽ വർക്ക് ചെയ്യുന്ന യൂത്ത് ഓർഗനൈസേഷനാണ്. അതിനൊരു വർക്കിംഗ് സ്ട്രക്ചർ ഉണ്ട്. JCIയുടെ ലോക്കലായിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് JCI കൂറ്റനാട് എന്ന് പറയുന്ന നമ്മുടെ കൂറ്റനാടത്തെ ലോകം. അപ്പോൾ ഇവിടെ നമ്മുടെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലൊക്കെ ആക്ടിവിറ്റീസ് സംഘടന ചെയ്യാറുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടും പിന്നെ അതുമാതിരി ബാക്കി യൂത്ത് ഓർഗനൈസേഷൻസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടൊക്കെ നമ്മൾ പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ നിയറസ്റ്റ് ആയിട്ട് പഞ്ചായത്തുകളായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ മാലിന്യ സംസ്കരണം എന്നുള്ള പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് കുറേ ബോട്ടിൽ ബൂത്തുകൾ നമ്മൾ ഡൊണേഷൻ, ഇപ്പോൾ കൂറ്റനാട് സെന്ററിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ചാലിശ്ശേരി, കൂറ്റനാട്, ഈ സമീപ പ്രദേശങ്ങളിലെ തൃത്താല ബ്ലോക്കിന്റെ അണ്ടറിൽ വരുന്ന സമീപ പ്രദേശങ്ങളിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമാതിരി തന്നെ സ്കൂളുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ട്രെയിനിങ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. ആന്റി ഡ്രഗ് അല്ലാണ്ട് യൂത്ത് മോട്ടിവേഷണൽ ആയിട്ടും, അതല്ലെങ്കിൽ പ്രത്യേക എന്താ പറയുക പാരന്റിങ്, അങ്ങനെയുള്ള സെഗ്മെന്റ്സ് ഒക്കെ റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ട്രെയിനിങ് പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യാറുണ്ട്. പിന്നെ മറ്റുള്ള ചാരിറ്റി വർക്കുകൾ നമ്മൾ ഇവിടെ എല്ലാ കൊല്ലങ്ങളിലും കുറെ ചാരിറ്റി വർക്കുകൾ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് പ്രധാനമായിട്ടും JCI ഇടപെടുന്നത്. ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ കൂറ്റനാട് ലോമിൽ നിന്നാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ സമൂഹത്തിന് ഏറ്റവും വിപത്തായി കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മയക്കുമരുന്ന്. അതിനെതിരെ ഒരു സൈക്കിൾ റാലി, അത് പൊന്നാനി കർമ്മ സൈക്ലിംഗ് ക്ലബ്ബുമായി സഹകരിച്ചുകൊണ്ടാണ് JCI കൂറ്റനാട് നാളെ 5 മണിക്ക് നമ്മുടെ എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ MP രാജേഷ് ഫ്ലാഗ് ഓഫ് ചെയ്യുകയും തുടർന്ന് അവിടെ നിന്ന് യാത്ര ആരംഭിച്ച് വെള്ളിയാങ്കല്ലിൽ സമാപിക്കുന്ന രീതിയിലാണ് നാളെ ഈ സൈക്കിൾ റാലി ആരംഭിക്കുന്നത്. അതിനു ബന്ധപ്പെട്ടാണ് ഞങ്ങളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നമ്മൾ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മയക്കുമരുന്ന് എന്നുള്ളത്. സ്കൂളുകളിൽ നിന്നും അതുമാതിരി തന്നെ മറ്റുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും ഒട്ടനവധി പ്രശ്നങ്ങളിലൂടെയാണ് വിദ്യാർത്ഥികൾ, നമ്മുടെ യുവതലമുറകളായ വിദ്യാർത്ഥികൾ കടന്നു പോകുന്നത്. അതിനെതിരെ നമുക്ക് ശക്തമായി പ്രതിരോധിക്കുന്നതിന് വേണ്ടി നമ്മളെ ജനങ്ങളിൽ നിന്ന് ഒരു ബോധവൽക്കരണം കൊടുക്കുന്നതിന് ഭാഗമായിട്ടാണ് ഈ സൈക്കിൾ റാലി സംഘടിപ്പിക്കുന്നത്. ഇപ്പൊ പ്രസ്, അതുമാതിരി മീഡിയകൾ, ടെലിവിഷൻ, അങ്ങനെ ഒട്ടനവധി മീഡിയകളും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഇപ്പൊ പോലീസിനായാലും അതിൽ ഇടപെടുന്നതിന് ഒരു പരിധിയുണ്ട്. അതിനു പുറമെ ഏറ്റവും കൂടുതൽ നമുക്ക് അതിൽ ശ്രദ്ധ ചെലുത്താൻ പറ്റുന്നത് പൊതുജനങ്ങൾക്ക് അവബോധം കൊടുത്തുകൊണ്ട് എത്രയും നല്ല രീതിയിൽ ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് JCI സംഘടന അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കാൻ പ്രാപ്തമായിരിക്കുന്നത്.
ഈ സംഘടന ഒട്ടനവധി പ്രവർത്തനങ്ങൾ, സാമൂഹിക നന്മകൾ മുൻനിർത്തിക്കൊണ്ട് ഒട്ടനവധി പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഘടനയാണ്. 124 രാജ്യങ്ങളിലായി 105 വർഷങ്ങളായി ഇതിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സംഘടനയാണ് JCI. 24/8/2025 ഞായറാഴ്ച വൈകുന്നേരം നമ്മൾ കൂറ്റനാട് സെൻട്രൽ വെച്ചിട്ട് തന്നെയാണ് നമ്മളെ പ്രോഗ്രാം വരുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രി MP രാജേഷാണ് 5 മണി പറഞ്ഞിട്ടുണ്ട്, സമയം 5 മണിക്കാണ് നമ്മളെ പ്രോഗ്രാം വരുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രി MP രാജേഷാണ് ഇനോഗ്രേഷൻ ഫ്ലാഗ് ഓഫ് ചെയ്തിട്ട് ഈ പ്രോഗ്രാമിനെ ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. ഫീമെയിൽ പ്രൊട്ടക്ഷന്റെ ഭാഗമായിട്ട് JCI ഇനി വരുന്ന ഒരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പ്ലാൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിഫ്ലക്റ്റീവ് കോളറുകൾ ധരിപ്പിക്കുകയാണ് നമ്മുടെ നാട്ടിൽ തിരിഞ്ഞ് നടക്കുന്ന ആനിമൽസിന്, അതായത് നായ്ക്കൾ അല്ലെങ്കിൽ പശുക്കൾ പോലത്തെ ജീവികൾ. എന്നിട്ട് നമ്മൾ രാത്രി കാലങ്ങളിൽ വാഹനം ഓടിക്കുമ്പോൾ ഒരു അപകടം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു നേത്ര ചികിത്സാ ക്യാമ്പും കൂടിയും ഈ വരുന്ന ദിവസങ്ങളായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ ഒരു ഫ്രീ ആയിട്ട് ഒരു നേത്ര ഓപ്പറേഷൻ കൂടി നടത്തി കൊടുക്കാനുള്ള പ്ലാനുകളായിട്ടുണ്ട്. പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുക്കാസ് ടവർ, റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി.